ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരനുഭവം ഏകദേശം 3 വർഷത്തോളം, 2 വർഷം പൂർണ്ണമായും ഈ വന്ന കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ചെലവിടണം. നേരത്തെ LDF തുടങ്ങി വെച്ച എവിടെയായിരുന്നോ നിന്നത് അവിടുന്ന് പുറകോട്ട് പോയ അവസ്ഥ പരിഹരിക്കാനും കാലാനുസൃതമായ പുരോഗതിയിലേക്ക് എത്താനും 2-3 വർഷം ചെലവിടേണ്ടി വരുന്നു. നമുക്ക് നഷ്ടപ്പെടുന്നത് ആ 2-3 വർഷമായിരുന്നു. പിന്നീടുള്ള 2 വർഷക്കാലമാണ് യഥാർത്ഥത്തിൽ നാടിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി കടക്കാൻ കഴിയുക. ഇതിന് മാറ്റം വന്നു. ജനങ്ങളുടെ അനുഭവത്തിലൂടെ അതിന് മാറ്റം വരുത്തി. LDFന് തുടർഭരണം സമ്മാനിച്ചു. തുടർഭരണം സമ്മാനിച്ചപ്പോൾ അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. 2021 മെയ്യിൽ എവിടെയാണോ ഓരോ രംഗവും നിൽക്കുന്നത് അവിടെ നിന്ന് അതേ പന്ഥാവിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. അതാണ് ഈ 9 വർഷക്കാലം കാണുന്ന കേരളത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതിക്ക് അടിസ്ഥാനം എന്ന് നാം കാണണം. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ പരിപാടി LDFൻ്റെ പരിപാടിയാണ്. ഇപ്പം LDFൻ്റെ പരിപാടിയാകുമ്പോൾ LDFൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാകും. ഓരോ കക്ഷിയും അവരവരുടേതായ മറ്റ് പല അടയാളങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും. അത് ആ കക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതാണ്. അത് LDFൻ്റെ പൊതുവായിട്ടുള്ളതല്ല. LDFൻ്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും ഉപയോഗിക്കാവൂ എന്നതാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമായാലും ചിലപ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDFൻ്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഇടർച്ചയില്ലാതെ തുടർച്ച വികസന കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ജനങ്ങളെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ആ തീരുമാനം LDFന് തുടർഭരണം സമ്മാനിക്കുക എന്നുള്ളതാണ്. ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചുകൊള്ളൂ. എത്ര വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് അതിലൂടെ വ്യക്തമാകും. ഞാൻ ആ രംഗങ്ങളിലേക്ക് ആകെ പോകുന്നില്ല. കാരണം ഒരുപാട് LDF നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു സംസാരം വല്ലാതെ നീണ്ടുപോയാൽ അത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന എല്ലാ രംഗങ്ങളും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത നാളിലാണ് നിപ്പയുടെ ആക്രമണം നമുക്ക് നേരിടേണ്ടി വന്നത്. സാധാരണഗതിയിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു രോഗമാണത്. പക്ഷേ വിജയകരമായി ചികിത്സിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നല്ല വിജയം ആ ചികിത്സയിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു വരവിനെക്കുറിച്ച് വീണ്ടും ആശങ്ക രാജ്യത്തും ലോകത്തും ഉയരുന്നു. അപ്പോഴും നമുക്ക് അത്തരമൊരു ഘട്ടം വന്നാലും നേരിടാനാവും എന്ന ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ആരോഗ്യരംഗം അത്രയും സജ്ജമാണ്.
ആരോഗ്യരംഗം കേരളത്തിലെ എല്ലാവർക്കും ചികിത്സ നല്ല രീതിയിൽ ലഭ്യമാകുമാറ് സജ്ജമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗം നാളെ സ്കൂളുകൾ തുറക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗമാകെ വലിയ തോതിൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഘട്ടമാണിത്. സ്കൂളിലെ അക്കാദമിക് മികവും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കുട്ടികളും രക്ഷിതാക്കളും നേരത്തെ പൊതുവിദ്യാലയങ്ങൾ ഉപേക്ഷിക്കുന്ന നിലയുണ്ടായിരുന്നു. 2016 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞു പോയതായിരുന്നു. 1000 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ലീസ്റ്റിട്ടതാണ്. അവിടെയാണ് അതെല്ലാം പരിഹരിച്ച് ഈ മികവിലേക്ക് നമ്മൾ എത്തിയത്. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്ന് ചേരുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കണ്ടു. നമ്മുടെ 2016 മുതൽ 2021 വരെയുള്ള കാലം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നതുകൊണ്ട് അതിലായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. പക്ഷെ അന്നേ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിരുന്നു. തുടർഭരണം 2021 ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. എവിടെയെത്തിയപ്പോൾ നേരത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികയെടുത്താൽ ആദ്യത്തെ 100-ൽ നമ്മൾ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴോ പൊതു യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 1 ഡസൻ അതിൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. 9ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. ഇത് മാറ്റമല്ലേ? രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ് അതിൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. മാറ്റം ഇനിയും മാറും, ഇനിയും കൂടുതൽ ശക്തിപ്പെടും. എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? LDF 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ അതേ നയം ശക്തമായി തുടരാൻ കഴിഞ്ഞു. അതിലൂടെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോകുന്നില്ല. വികസന കാര്യങ്ങൾ മാത്രമല്ല, ക്ഷേമപ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമല്ലേ ഉണ്ടായത്. 2016-ൽ LDF-നെ അധികാരത്തിലേറ്റി ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരാൻ ഇരിക്കുകയാണ്. അപ്പോൾ ക്ഷേമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന പെൻഷൻ എന്താ അതിൻ്റെ അവസ്ഥ എന്നത് ചോദിച്ചു. എന്താ അവസ്ഥ? കടലാസിൽ 600 രൂപയാണ്. പക്ഷേ 18 മാസത്തെ കുടിശ്ശികയാണ്. ആ ക്യാബിനറ്റ് അന്നെടുത്ത തീരുമാനം ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാനായിരുന്നു. മുഴുവൻ കൊടുത്തു. അവിടെ നിന്നില്ല. പിന്നീട് വർധനവ് വന്നു. ഇപ്പോഴോ 60 ലക്ഷം ആളുകൾക്ക് 600 അല്ല 1600 രൂപ വീതമാണ് കൊടുക്കുന്നത് മാസം തോറും. ഈ കഴിഞ്ഞ വാർത്ത കണ്ടില്ലേ നിങ്ങൾ? 3200 രൂപ നമ്മുടെ പെൻഷൻ അർഹതയുള്ളവർ വാങ്ങുന്ന ആ കാഴ്ച. നമ്മുടെ കേരളത്തിലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾ, വീടില്ലാത്തവർ, അവർക്ക്
സ്വന്തം വീട് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോവുകയായിരുന്നു. ലൈഫ് മിഷൻ 5 ലക്ഷം വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. 4.5 ലക്ഷത്തിലധികം വീട് ഇപ്പോൾ നിർമ്മിച്ച് അവിടെ ആളുകൾ താമസിക്കുകയാണ്. ബാക്കിയുള്ളത് അടുത്ത മാസങ്ങളിൽ പൂർത്തിയാകാൻ പോകുന്നു. നമ്മുടെ പലയിടങ്ങളിലായി ഭൂമിയുടെ അവകാശം തങ്ങളുടെ കയ്യിലില്ല എന്ന് വേവലാതിപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഈ 9 വർഷം കൊണ്ട് 4 ലക്ഷത്തിൽ പരം പട്ടയങ്ങളാണ് കൊടുത്തു തീർത്തത്. ഇതെല്ലാം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി സംഭവിക്കുന്നത്.